ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ലിയോ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന 4 അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ്. ഇത് വന്നിട്ട് 4 ബ്രൗൺ അണ്ടർടോണിൽ വരുന്ന ഷെയ്ഡ്സുകളാണ്. 4 അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കിയാലോ. സോ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. ഇത് വന്നിട്ട് നമ്മുടെ മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് 12 ആണ്. ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണിത്. നമുക്ക് റിട്രാക്ട് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ ഒരു ഷെയ്ഡ് സ്വാച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിരുന്നു. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു റസ്റ്റി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണിത്. പക്ഷേ ഇതിന് ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഇതൊട്ടും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, സ്മഡ് പ്രൂഫ് അല്ല. നമ്മൾ ഇപ്പോൾ ഇവൻ ഡ്രൈ ആയതിനു ശേഷമാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതൊരു അറൗണ്ട് 200-നുള്ളിൽ നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, ട്രാൻസ്ഫർ ആവും എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ഇത് ഷെയ്ഡ് വൈസും ഇതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഫോമുല ഇതെല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് ഈ മാസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വന്നിട്ട് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തൊരു ലിപ്സ്റ്റിക്കാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ എഴുത്തൊക്കെ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസസ് കാനഡയുടെ കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നമ്മുടെ കംഫി മാറ്റ് ലിപ്സ്റ്റിക്ക് ആ ഒരു റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്ത് കണ്ടിട്ട് ഞാൻ വാങ്ങിയൊരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ സ്വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്രൗൺ, നല്ല ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും കേട്ടോ, എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും. ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കളർ പേ ഓഫ് നമുക്ക് കിട്ടുന്നതാണ് ഈ ലിപ്സ്റ്റിക്ക്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് എത്ര വർഷം എന്ന് പറഞ്ഞാൽ ഇത് പോകത്തില്ല. നമ്മുടെ ലിപ്സിൽ അങ്ങനെ തന്നെ ഇത് സ്റ്റേ ചെയ്തോളൂ. ഇത് ഡ്രൈ ആവാത്തതുകൊണ്ടാണ്. ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊട്ടും സ്മഡ്ജ് ആവത്തില്ല, ട്രാൻസ്ഫർ ആവത്തുമില്ല. നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണ്, ഇത് നമ്മുടെ ലിപ്സിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അതായത് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും, ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ് അത് കുറച്ചുകൂടെ ഡ്രൈ ആവും. പക്ഷേ ലിപ് ബാം അപ്ലൈ ചെയ്യാതെ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതൊരു ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 300 അറൗണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇതൊരു നല്ല നമുക്ക് എവറിഡേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ ഷെയ്ഡുകാർക്കും എല്ലാ സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ഫേസസ് കാനഡയുടെ കംഫി വാവ് റേഞ്ചിൽ വരുന്ന കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്, കുറച്ച് പോർഷൻ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയ പോർഷൻ ഞാൻ ഇത് ഡ്രൈ ആവാത്തതാണ്. പക്ഷേ ഡ്രൈ ആയ പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അത്ര വേഗമൊന്നും സ്മഡ്ജ് ആവത്തില്ല. ഡ്രൈ ആവാത്ത പോർഷനാണ് ഇതുപോലെ സ്മഡ്ജ് ആയിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് ഡ്രൈ ആകാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്രയും സ്മഡ്ജ് ആവുകയില്ല. നമ്മുടെ ലിപ്സിൽ എങ്ങനെ പോയാലും അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. എനിവേ നമുക്കതിൻ്റെ ഒരു സ്റ്റെയിൻ ആണെങ്കിലും നമുക്കുണ്ടായിരിക്കും. ഇനി വന്നിട്ട് അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DL-C025 എന്ന് പറയുന്ന ഷെയ്ഡാണ് ഡാസ്ലറിൻ്റെ ഈ ഷെയ്ഡ്. ഇത് ഒത്തിരി ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്ത് കണ്ടിട്ട് ഞാൻ വാങ്ങിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നതാണെങ്കിലും ഭയങ്കര നല്ല ഒരു ആപ്ലിക്കേറ്ററാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇച്ചിരി ഡാർക്ക് ബ്രൗൺ ആണ്. നമ്മൾ കണ്ട ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് വന്നിട്ട്. ഇതും നല്ല ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അറൗണ്ട് 150-ക്കുള്ളിൽ കിട്ടും. നമുക്ക് ഓൺലൈൻ നമ്മൾ വാങ്ങിക്കണം 150-ക്കുള്ളിൽ കിട്ടുന്ന നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പം ഡാസ്ലർ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തൊരു ലിപ്സ്റ്റിക്കാണ്. ഈ ഡാസ്ലറിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിനകത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് പോകും. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു നല്ല ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് യൂസ് ചെയ്ത് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുമായിരുന്നു. ഇത് സ്ഥിരം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ആയിട്ടിടണേ.
അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ മാസിൻ്റെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണിത്. ഇത് വന്നിട്ട് ഷെയ്ഡ് ബെറി ബ്രേവ് എന്ന് പറയുന്നതാണ്. ഷെയ്ഡ് നമ്പർ 13 ബെറി ബ്രേവ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നല്ലൊരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഞാനിപ്പം ഒരുപാട് യൂസ് ചെയ്തതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ദേ ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതാണ് ഷെയ്ഡ്. അത്രയും നമ്മൾ മുമ്പേ കണ്ട ഡാസ്ലറിൻ്റെ അത്രയും ഡാർക്ക് അല്ല, പക്ഷേ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇതും നമ്മുടെ എല്ലാ സ്കിൻ ടോണുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും സ്മഡ്ജ് ആവത്തില്ല, ട്രാൻസ്ഫർ ആവത്തുമില്ല. നല്ലൊരു ലിപ് ക്രയോൺ ആണ്. ഒരു ലിപ് ക്രയോൺ ആണെന്ന് പറഞ്ഞാലും സാധാരണ ബ്രാൻഡുകൾ പോലെ അത്ര വേഗം സ്മഡ്ജ് ആവുന്നതല്ല മാസിൻ്റെ. നല്ലൊരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ 4 ലിപ്സ്റ്റിക്കുകളാണ്. 4ഉം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൗൺ ലിപ്സ്റ്റിക്കുകളാണ്. ഇതിൽ ഈ പറയുന്ന മാസിൻ്റെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഒട്ടും ലോങ് ലാസ്റ്റ് ചെയ്യാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഈ 3 ലിപ്സ്റ്റിക്കുകളും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഒരു റേഞ്ചിൽ. ഇത് ഞാൻ കാണിച്ച ഈ ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെയും 200-250 റുപ്പീസിനുള്ളിൽ വരുന്ന ലിപ്സ്റ്റിക്കുകളാണ്. അപ്പം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പം നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ്സ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ 4 ലിപ്സ്റ്റിക് ഷെയ്ഡുകളും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.